അവിടെ ഫയർഫോഴ്സിൻ്റെയും ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലെയും ഒക്കെ തന്നെ ഉദ്യോഗസ്ഥർ നിന്ന് ആ പുക നിയന്ത്രിക്കാൻ നോക്കുന്നു എന്നാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥരും സന്നദ്ധ പ്രവർത്തകരും പറയുന്നത്. ഏതായാലും 4-ാം വാർഡിൽ 35 രോഗികളുണ്ടായിരുന്നു. ആ രോഗികളെ സന്നദ്ധ പ്രവർത്തകർ ചേർന്ന് വീണ്ടും ഈ മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിലെ മറ്റൊരു വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് സന്നദ്ധ പ്രവർത്തകർ പറയുന്നത്. 2 കാലോടുകൂടി സംഭവം അറിയുന്നു. അറിഞ്ഞ ഉടനെ തന്നെ ജീവനക്കാരും സന്നദ്ധ പ്രവർത്തകരും ഓടി ഇവിടെ എത്തുകയും 4-ാം വാർഡിൽ പാർപ്പിച്ച ന്യൂറോ ഡിപ്പാർട്ട്മെൻറ്റിലെ ന്യൂറോ വാർഡിലെ 35 രോഗികളെ വീണ്ടും തിരികെ മറ്റൊരു ബിൽഡിങ്ങിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി. 4-ാം വാർഡിലേക്ക് പുക വന്നില്ല, പക്ഷേ കത്തിക്കരിഞ്ഞ മണവും ഈ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായ മണം വന്നെന്നാണ് ഈ ദൃക്സാക്ഷികൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും 4-ാം വാർഡിലെ രോഗികളെ പൂർണ്ണമായി വീണ്ടും മാറ്റിയിരിക്കുകയാണ്. 6-ാം നിലയിൽ നിന്നാണ് ഓപ്പറേഷൻ തിയേറ്ററും പ്രീ ഓപ്പറേഷൻ വാർഡും ഒപ്പം തന്നെ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡും അനസ്തേഷ്യ ഡിപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടുന്ന 4 ഡിപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടുന്ന 6-ാം നിലയിൽ നിന്നാണ് വീണ്ടും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിരിക്കുന്നത്. ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ ഉണ്ടായിരുന്ന കാഷ്വാലിറ്റിയിലെ UPS റൂമിൽ നിന്ന് പുക ഉയർന്നതിന് ശേഷം ബിൽഡിങ്ങിലെ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് എത്തി ഇവിടെയുള്ള പരിശോധനകൾ നടത്തി വരികയായിരുന്നു. വൈദ്യുതി സംവിധാനത്തിൻ്റെ പരിശോധന നടത്തുന്ന ഘട്ടത്തിലാണ് വീണ്ടും 6-ാം നിലയിൽ നിന്ന് പുക ഉയർന്നത്. അതോടുകൂടി വീണ്ടും ഈ കെട്ടിടത്തിൻ്റെ സുരക്ഷയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ്. നേരത്തെ പ്രിൻസിപ്പൽ പറഞ്ഞത് ഈ പൂർണ്ണമായും, അതായത് ഇലക്ട്രിക്കൽ കംപ്ലയിൻറ്റ് പൂർണ്ണമായും മാറ്റിയ ശേഷം മാത്രമേ, ഇപ്പോഴും ഒരു ഫയർഫോഴ്സിൻ്റെ വണ്ടി 3-ാമത്തെ വണ്ടി കൂടി എത്തിയിട്ടുണ്ട് ഈ വിവരം അറിഞ്ഞിട്ട്, അങ്ങനെ ഈ ഇലക്ട്രിക്കൽ സംവിധാനത്തിൻ്റെ പ്രശ്നങ്ങൾ മുഴുവൻ മാറ്റിയ ശേഷം മാത്രമേ ഈ ബിൽഡിങ്ങിൻ്റെ പ്രവർത്തനം പൂർണ്ണമായും ആരംഭിക്കൂ എന്നാണ് പ്രിൻസിപ്പൽ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഗ്രൗണ്ട് ഫ്ലോറിൽ കാഷ്വാലിറ്റിയിൽ ഈ അപകടം ഉണ്ടായ ഘട്ടത്തിലും 4-ാം നിലയിൽ ഉണ്ടായിരുന്ന ന്യൂറോ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവിടുത്തെ രോഗികളെ പതുക്കെയാണ് മാറ്റിയത്. പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് 4-ാം നിലയിലേക്ക് വീണ്ടും രോഗികളെ ഇന്ന് മാറ്റിയിരുന്നു എന്നാണ് ഇവിടുന്ന് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ മാറ്റി രോഗികളെ വീണ്ടും ഈ സംഭവത്തിൻ്റെ ശേഷം വീണ്ടും ഈ മെഡിക്കൽ കോളേജിലെ മറ്റൊരു വാർഡിലേക്ക് മാറ്റുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അതായത് ഈ കെട്ടിടത്തിൻ്റെ 6 നില ബഹുനില കെട്ടിടത്തിൻ്റെ ഇലക്ട്രിക്കൽ വിഭാഗത്തിലെ സുരക്ഷ സംബന്ധിച്ച് വീണ്ടും ചോദ്യങ്ങൾ ഉയരുകയാണ്. അതായത് ഓപ്പറേഷൻ തിയേറ്റർ പ്രവർത്തിപ്പിച്ച് നോക്കാനുള്ള ശ്രമത്തിനിടെ വീണ്ടും പുക ഉയർന്നിരിക്കുകയാണ്. ഏതായാലും ഫയർഫോഴ്സും ഒപ്പം തന്നെ ഇവിടെയുള്ള ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരും പോലീസും ഒക്കെ തന്നെ ഇവിടെയുണ്ട്. കാര്യങ്ങൾ നിയന്ത്രിക്കാൻ നോക്കുന്നുണ്ട്. മുകളിൽ നിന്നൊക്കെ നോക്കുമ്പോൾ പുറത്തേക്ക് പുക കാണാനില്ല. പക്ഷേ സന്നദ്ധ പ്രവർത്തകർ പറയുന്നത് 6-ാം നിലയിൽ നിറച്ച് പുക നിറഞ്ഞു എന്നാണ് പറയുന്നത്. ഏതായാലും ഫയർഫോഴ്സ് ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. 3 വണ്ടി ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്. ഇത് 6-ാം നിലയിലായതുകൊണ്ട് ഈ ഫയർഫോഴ്സ് ജീവനക്കാർക്കും ഇതിൻ്റെ സ്റ്റെപ്പ് കയറി പോയിട്ട് വേണം മുകളിലെത്തി പുക നിയന്ത്രിക്കേണ്ടത്. അവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതുപോലെ തന്നെ പുകയുണ്ടെങ്കിൽ ആ പുക മുഴുവൻ വലിച്ചെടുത്ത് പുറത്തേക്ക് കളയേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിൻ്റെ നടപടിയിലേക്കാണെന്ന് തോന്നുന്നു ഫയർഫോഴ്സ് കടക്കാൻ പോകുന്നത്. ഏതായാലും ഓപ്പറേഷൻ തിയേറ്റർ ഉൾപ്പെടെയുള്ള ഈ 6-ാം നിലയിലെ കോംപ്ലക്സിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അവിടെയുള്ള പുക മുഴുവൻ വലിച്ചെടുത്ത് കളയേണ്ട ഒരു സാഹചര്യം കൂടെ നിലവിലുണ്ട്. ഏതായാലും ആ സ്ഥലത്തെ രോഗികളാരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നൊരു ആശ്വാസം നമുക്കുണ്ട്. പക്ഷേ ഈ 4-ാം നിലയിലുണ്ടായിരുന്ന രോഗികളെ മുഴുവൻ മാറ്റേണ്ട ഒരു സാഹചര്യം വന്നുവെന്നാണ് ജീവനക്കാർ പറയുകയും ചെയ്തിരിക്കുന്നത്. വിനീത.